ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൽ ബ്രദേഴ്സ് മീഡിയ. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. ഓൾറെഡി 3 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെർമിനൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും വേവ്സും. നമ്മൾ ഈ വീഡിയോയിൽ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ള ഇക്വേഷൻസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഒരു 3 ഇക്വേഷൻ. V is equal to V0 plus 80, x equal to V0t plus half 80 square. Last one, V square equal to V0 square plus 2ax. ഇതാണ് ചില മെയിൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് അറിയാം. V0 ഇനിഷ്യൽ വെലോസിറ്റി, V ഫൈനൽ വെലോസിറ്റി, A ആക്സലറേഷൻ, T ടൈം, X ഡിസ്പ്ലേസ്മെന്റ്. അത്രയാണ് 3 ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി അതുകൂടാതെ ഗ്രാഫ് ഉണ്ട്. ഈ ചില ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള ഗ്രാഫിൽ നിന്നാണ്. അപ്പൊ ഗ്രാഫ് നമുക്ക് 3 ഗ്രാഫ് പഠിക്കാണ്. ഒന്ന് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. മൂന്നാമത്തത് ആക്സിലേഷൻ ടൈം ഗ്രാഫ്. അല്ലെ ഓരോന്നും XT ഗ്രാഫ് വരുമ്പം അവിടെ പഠിക്കേണ്ട പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, ഒരു XT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. അത് മാത്രമേ ഉള്ളൂ അവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഒരു XT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ വെലോസിറ്റി കിട്ടും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് ഡിവൈഡ് ബൈ x ആക്സിസ്, അല്ലെ ഇങ്ങനെ കാണാം, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്നോ ടാൻ തീറ്റ എന്നോ കാണാം. ഏത് മെത്തേഡ് ഉപയോഗിക്കാം. സ്ലോപ്പ് കണ്ട വെലോസിറ്റി കിട്ടും XT ഗ്രാഫിൽ ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ഇനി ഇതെവിടെ രണ്ടാമത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. വെലോസിറ്റി ടൈം ഗ്രാഫ് 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്നത് ആക്സലറേഷൻ ആണ്. മറന്ന പോലെ ആക്സലറേഷൻ ആണ് കിട്ടുന്നത്. സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്നത് ആക്സലറേഷൻ ആണ്. ഇനി ഏരിയ കണ്ടാൽ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൂടാതെ ഇപ്പൊ എന്റെ ഏരിയ ജനറൽ ആയിട്ട് 2 അല്ലെങ്കിൽ 3 ഷേപ്പ് വരാറുള്ളൂ. ഒന്നെങ്കിൽ ഏരിയ ഇങ്ങനെ വരാം, റെക്ടാങ്കിൾ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? L into B, അത്രേ ഉള്ളൂ ഏരിയ കാണാൻ. അല്ലെങ്കിൽ ഇങ്ങനെ വരാം, ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ഇവിടെ അപ്പൊ എന്തായി? 2 ട്രയാങ്കിൾ ആയില്ലേ? ട്രയാങ്കിൾ ഏതാണ് ഫോം? ഹാഫ് BH. ഇതാണ് B. എത്രയാണ് B? ഇവിടെ എന്താണ് H. ഇത് ഹാഫ് BH, ഹാഫ് BH. ഒറ്റ സ്റ്റെപ്പ് എന്തെടുക്കാം? BH എന്നെടുക്കാം. ഹാഫ് BH പ്ലസ് എന്താണ്? ഹാഫ് BH എന്നെടുക്കാം, BH എന്നെടുക്കാം. അപ്പൊ ട്രയാങ്കിൾ ആണ് എന്താണ്? ഹാഫ് BH. അടുത്ത് മൂന്നാമത്തെ ഷേപ്പ് ട്രപ്പീസിയം. ഞാൻ ഷേപ്പ് മാത്രം വരയ്ക്കാം. നമ്മൾ സാധാരണ പറഞ്ഞു തരുന്നത് ഇതെവിടെ വെച്ച് ആക്കി എന്താക്കുക? ട്രയാങ്കിൾ പ്ലസ് എന്താണ്? റെക്ടാങ്കിൾ. അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് L, ഇതെന്താണ്? B. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? LB പ്ലസ്, ഇനി ട്രയാങ്കിളിന്റെ ഏരിയ ആണെങ്കിൽ ഹാഫ് B എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? L തന്നെയാണ്, ഇൻറ്റു ഹൈറ്റ്. അതായത് H എന്ന് കൊടുക്കുക. എത്രയും H എന്നാൽ ചെയ്താലും മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോർമുല ഉണ്ട്. ട്രപ്പീസിന്റെ ഏരിയ കാണുന്ന ഫോർമുല ഉണ്ട്. അതെങ്ങനെയാണ്? രണ്ട് ഓപ്പോസിറ്റ് സൈഡ്, വെർട്ടിക്കൽ സൈഡ്. ഇത് A, ഇതെന്താണ്? B. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതെന്താണ്? H. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ ഇങ്ങനെയാണ്, ഹാഫ് ഇൻറ്റു സം ഓഫ് A പ്ലസ് B ഇൻറ്റു എന്താണ്? H. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് ട്രപ്പീസിന്റെ ഏരിയ കാണുന്ന പോലെ ഹാഫ് ഇൻറ്റു രണ്ട് ഓപ്പോസിറ്റ് സൈഡ്, വെർട്ടിക്കൽ സൈഡ്, A പ്ലസ് B ഇൻറ്റു ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് H. അങ്ങനെയും കാണാം, അല്ല ഇങ്ങനെയും കാണാം. നിങ്ങൾക്ക് ഏത് മെത്തഡാണോ ഉപയോഗിക്കും. അപ്പൊ ഇത്രയാണ് വരുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഏറ്റവും കുറവായിട്ട് ചോദിച്ചുള്ളതാണ്. ഒരിക്കലും ചോദിച്ചുള്ളൂ. അവിടെ പഠിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ലോപ്പ് ഒന്നുമില്ല, പകരം ഏരിയയാണ്. ഇതിന്റെ ഏരിയ കണ്ടാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. മറന്നുപോലെ, വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. പ്രോബ്ലത്തിന് അറിയേണ്ട കാര്യങ്ങൾ 3 ഇക്വേഷൻ, ഈ 3 ഗ്രാഫ്.
ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബോർഡിൽ ഒന്ന് നോക്കിയാൽ മതി. എ കാർ മൂവിംഗ് ഓൺ എ സ്ട്രൈറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 72 km/h ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് തന്നിട്ടുള്ള കാര്യങ്ങൾ സ്പീഡ് തന്നിട്ടുണ്ട് 72 km/h. അപ്പൊ ആദ്യം എന്തുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്പീഡ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ഉണ്ട്. അത് വി ആണോ V0 ആണോ ഞാൻ പറഞ്ഞുതരാം. എത്രയാണ്? 72 km/h. കൺവേർട്ട് ചെയ്യണം, m/s ആക്കണം. അത് ചെയ്യാം. അടുത്ത് പിന്നെ എന്തുണ്ട്? ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് x നിലയ്ക്കാണ്. എത്രയാണ്? 100 meter. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് എ പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ അറിയേണ്ട കേസ് ഒന്ന്, ആ കാറ് സ്റ്റോപ്പ് ആവും എന്ന് പറയുന്നു. അപ്പൊ ഈ കാർ സ്റ്റോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനൽ പോയിന്റ് റെസ്റ്റ് ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ തന്നിട്ടുള്ള വെലോസിറ്റി എന്തായിരിക്കും? ഇനിഷ്യൽ വെലോസിറ്റിയും. സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്, ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. മറന്നുപോലെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0, തന്നിട്ടുള്ള ഇനിഷ്യൽ വെലോസിറ്റി. ഇനി ഇങ്ങനെയാണ് പറയുന്നത്, എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ കാർ എന്ത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നു. അപ്പൊ അവിടെ എന്താണ്? റെസ്റ്റ് എന്ന ഫസ്റ്റ് പോയിന്റ് റെസ്റ്റ് ആണ്. അപ്പൊ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0യും തന്നിട്ടുള്ള എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0. അപ്പൊ ആദ്യം എന്താണ്? എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഫസ്റ്റ് ദിവസം ആക്സലേഷൻ കാണണം. അത് നമുക്ക് അറിയാം, 3 ഇക്വേഷൻ ഉണ്ട്. 3 ഇക്വേഷൻ നോക്കാം. അതാണ് 3 ഇക്വേഷൻ. v = v0 + at, x = v0t + ½ at², v² = v0² + എന്താണ്? 2ax. റിട്ടാർഡേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ. എന്നിട്ട് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കുറയുന്നു, സ്റ്റോപ്പ് ആയി വെലോസിറ്റി കുറയുന്നു. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം ഇല്ല നമ്മുടെ. അപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് ടൈം ഉള്ള ഇക്വേഷൻസ് കളയുക. നമ്മൾ അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ടൈം അവിടെ ഇല്ല. അപ്പൊ ഈ 2 ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല, കാരണം ടൈം ഇല്ല. അപ്പൊ മലയാള ഇക്വേഷൻ എടുക്കും, ഈ ഇക്വേഷൻ എടുക്കും. അപ്പൊ അവിടെ എന്താണ്? v² = v0² + 2ax. ടൈം ഇല്ലാത്തതാണ് ബാക്കി 2 ഇക്വേഷൻ കളഞ്ഞത്. അപ്പൊ ഇത് 0, v0². അവിടെ കൺവേർട്ട് ചെയ്തില്ലേ, 72 km/h അല്ലേ, m/s ആക്കാൻ ഇൻറ്റു 5/18. മറന്നുപോലെ km/h m/s ആക്കാൻ ഇൻറ്റു എന്താണ്? 5/18. അത് നമ്മൾ ചെയ്യുമ്പം 20 കിട്ടും. ചെയ്ത് നോക്കിയാൽ 20 m/s. ഇവിടെ 20² പ്ലസ് 2 ഇൻറ്റു എ അറിയില്ല കണ്ടുപിടിക്കേണ്ടത്. എക്സ് എത്രയാണ്? 100. ഇനി ദാ ഇത് ഇപ്പുറത്ത് കൊണ്ടിരുന്നപ്പോ എത്രയാവും? 400 ആയ 400 ഇപ്പുറത്ത് എത്രയായി? -400. ഇവിടെ എത്രയാണ്? 200a. ഞാൻ വേണ്ടിക്കാണ് എടുത്തുനിന്ന് 0 കട്ട് ചെയ്തു, 2 വെച്ച് കട്ട്. ഇവിടെ എത്ര കിട്ടും? 2. അപ്പൊ എയുടെ വില എത്ര കിട്ടും? a = -2. യൂണിറ്റ് എന്താ? m/s². എ പാർട്ടായി. ഇനി ബി പാർട്ട് പറഞ്ഞത് എത്ര സമയം കൊണ്ട് സ്റ്റോപ്പ് ആവുന്നത്? ഹൗ ലോങ് എന്നാ പറയുന്നത്. എത്ര സമയം കൊണ്ട് കാർ സ്റ്റോപ്പ് ആവുന്ന ക്വസ്റ്റ്യൻ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? ടൈം കണ്ടുപിടിക്കണം. നമുക്ക് ഏത് ഇക്വേഷനാണോ ഉപയോഗിക്കാം. കാരണം നമ്മൾ അതിലിപ്പോ എന്തുണ്ട്? v0 ഉണ്ട്, v ഉണ്ട്, x ഉണ്ട്, a ഉണ്ട്. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. v = v0 + 8. v0 കണ്ടുപിടിച്ചു. 20 പ്ലസ് ആണ് ഇത്. ഞാൻ പ്ലസ് ഇട്ടേട്ടാ. പക്ഷേ എത്ര? -2 അല്ലേ. മൈനസിന്റെ പ്ലസ് എന്താവും? -2 × t. -2t. ഈ -2t ഇപ്പുറത്തും എന്താവും? പ്ലസ് ആവും. അപ്പൊ എത്ര കിട്ടി? 2t = 20. t = 20/2. എത്ര കിട്ടും? 10. യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത് A travels from A to B with a velocity of 36 km/h and returns to A with a velocity of 72 km/h. What is the average speed and average velocity? 36 ഉം 72. അപ്പൊ ഇവിടെ പറവിട്ട ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് കാണാം. ഇക്വേഷൻ ആവറേജ് സ്പീഡ്. അപ്പൊ ജനറൽ ആയിട്ട് ആവറേജ് സ്പീഡ് കാണുന്നത്, ആവറേജ് സ്പീഡ് ചുമ്മാ ആവറേജ് കൊടുക്കുകയാണ്. സിമ്പിൾ. ആവറേജ് സ്പീഡ്
ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതാണ് ജനറൽ ഫോർമുല. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമ്മൾ അത് ഉപയോഗിക്കാറില്ല. അടുത്ത ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ആവറേജ് ഈക്വൽ ടു 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് എന്താണ് s2. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആവണം. ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2. അത് s1 s2 എന്നാണ് ഞാൻ പറഞ്ഞത്. സ്പീഡാണ്. എന്താണ് ബാക്കി പറഞ്ഞുതരാം. അടുത്ത മൂന്നാമത്തത് എസ് ആവറേജ് ഈക്വൽ ടു s1 പ്ലസ് s2 ഡിവൈഡ് ബൈ 2. ഇത് എന്ത് ഈക്വൽ ആണെങ്കിൽ ടൈം ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ശരി, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരാൾ എന്ന് ബിയിലോട്ട് പോകുന്ന, ഇത് എ ഇത് ബി. ഒരാൾ എന്ന് ബിയിലോട്ട് പോയി. എത്രയാണ്? 36 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. തിരിച്ച് ബി എയിലോട്ട് വരുന്നു. എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. അപ്പം എന്ന് ബിയിലോട്ട് ബി എയിലേക്ക് രണ്ടും സെയിം അല്ലേ? ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? എസ് ആവറേജ്. എന്ന് ബിയിലോട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ബി എയിലോട്ട്. അപ്പൊ അവിടെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ എന്താണ്? എസ് ആവറേജ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2s1 s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2. ഇത് s1, ഇത് s2. ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. കൺവേർട്ട് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ലാസ്റ്റ് കൺവേർട്ട് എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡ് ബൈ എത്രയാണ്? 36 പ്ലസ് 72. 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡ് ബൈ 108. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ 3 ടൈംസ് പോവും. 3 ടൈംസ് 24, 48 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 48 കിലോമീറ്റർ പെർ അവർ. വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ടിന്റെ ആവശ്യമില്ല കേട്ടാ. ജസ്റ്റ് നമ്മളെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ തന്നെ കൊടുത്താൽ മതി. കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യ എന്ത് കൊടുക്കുക? 518 കൊടുക്കുക. ഓ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അതിന് ആവറേജ് എന്ത് കിട്ടി? സ്പീഡ് കിട്ടി. ഇനി അടുത്ത ദിവസം ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്താണ്? ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ പോയി, തിരിച്ചവിടെ എത്തി, എയിലെത്തി. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവസാനിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി എത്ര? 0. അപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് 0 ആയത് തുടങ്ങിയ സ്ഥലത്തിന് അവസാനിച്ചു. എയിൽ തുടങ്ങി എവിടെ തന്നെ അവസാനിച്ചു? എയിൽ തന്നെ അവസാനിച്ചു. അങ്ങനെ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റി എത്ര? 0. ജസ്റ്റ് 0. ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ടു പാരലൽ റെയിൽ ട്രാക്ക് റൺ നോർത്ത് ടു സൗത്ത്. ട്രെയിൻ എ മൂവ്സ് നോർത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 54 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ട്രെയിൻ എയുടെ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണ്. ട്രെയിൻ ബി മൂവ്സ് സൗത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ അവർ. അപ്പം ട്രെയിൻ ബി എത്രയാണ്? 90, അതായത് 90 ആണ്. 90 കിലോമീറ്റർ പെർ അവർ. ഒരാൾ നോർത്തിലോട്ട്, ഒരാൾ സൗത്തിലോട്ട്. അങ്ങനെ പറയാൻ കാരണം രണ്ടിപ്പം എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി. ഒരാൾ അങ്ങോട്ടാണ്, ഒരാൾ ഇങ്ങോട്ട്. ഓപ്പോസിറ്റ് ആണ് കാണിക്കാൻ വേണ്ടി ഈ ഡയറക്ഷൻ പറയുന്നത്. ഫസ്റ്റ് വാട്ട് ഈസ് ദ എ? എന്താണ് പഠിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. റിലേറ്റീവ് വെലോസിറ്റി ഒന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ സൈഡിൽ പറയാം. റിലേറ്റീവ് വെലോസിറ്റി ഇത്രേ ഉള്ളൂ. വി എ ബി എന്ന് പറഞ്ഞാൽ വായിക്കുന്നത് എങ്ങനെയാണ്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അങ്ങനെ എഴുതുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഇത് ഇങ്ങനെ കാണുന്നത് വി എ മൈനസ് എന്താണ്? വി ബി. ഇഫ് ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പൊ ഇത് ഈ ഇക്വേഷൻ എവിടെ ഉപയോഗിക്കുന്നത്? സെയിം ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ആണെങ്കിൽ വി എ ബി ഇവിടെ പ്ലസ് ആവും. കാരണം വി എ മൈനസ് തന്നെയാണ്, പക്ഷെ ഓപ്പോസിറ്റ് കാണിക്കാതെ വി ബി എന്ത് കൊടുക്കും? മൈനസ് കൊടുക്കും. ആ മൈനസും ഈ മൈനസും എന്താണെന്ന്? പ്ലസ് ആവുന്നു. അപ്പൊ ഇതെന്താണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി വി എ ബി. വി ബി എന്ന് പറഞ്ഞാൽ ആദ്യം ബി എഴുതുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ ട്രെയിൻ എ വെലോസിറ്റി ഓഫ് എ കൊടുക്കുന്നു 54 കിലോമീറ്റർ പെർ അവർ. കൺവേർട്ട് ഒന്നും ചെയ്യുന്നില്ല. ട്രെയിൻ ബിയുടെ സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ.
A part, velocity of B with respect to A. Velocity of B with respect to A. Velocity of B with respect to A ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ വെലോസിറ്റി ഓഫ് ബി അല്ലേ? അപ്പൊ ബി ആദ്യത്തെ ഏത് എന്താ വിത്ത് റെസ്പെക്ട് എന്താണ്? എ. ഇത്രേ ഉള്ളൂ. അങ്ങനെ കാണും വി ബി ഓപ്പോസിറ്റ് അല്ലേ, ഒരാൾ നോർത്ത്, ഒരാൾ എന്താണ് സൗത്ത്. അപ്പൊ ഇയാൾ നോർത്ത്, ഇയാൾ എന്താണ് സൗത്ത് ആണ്. നോർത്ത് സൗത്ത് ഡയറക്ഷൻ, രണ്ട് ഓപ്പോസിറ്റ്. അപ്പൊ അവിടെ എന്ത് വരും? പ്ലസ് എന്താണ് വി എ. വി ബി എത്ര? 90 പ്ലസ് വി എത്രയാണ്? 54. 144 കിലോമീറ്റർ പെർ എന്താണ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യും. ഇൻറ്റു 580 കൊടുത്താൽ മതി. ഇനി അതിന്റെ ബി പാർട്ട്. ബി പാർട്ട് പറയുന്നത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് ആണ് വേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ബി ആണ്. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട്, റോഡിന്റെ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട്, ഗ്രൗണ്ട് റെസ്റ്റിലാണ്. അപ്പൊ റെസ്റ്റിലാണ് വെലോസിറ്റി എത്ര? 0. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. മറന്നുപോലെ, അത് മൂവ് ചെയ്യുന്നില്ല. അവിടെ എന്താണ്? വി ജി മൈനസ് എന്ത് ചെയ്യുന്നത്? വി ബി. മൂവിങ് ഇല്ല. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു സാധനം ഇല്ല. അപ്പൊ ജനറൽ ആയിട്ട് എന്ത് എടുത്താൽ മതി? അവിടെ മൈനസ് എടുത്താൽ മതി. വി ബി മൈനസ് വി ജി മൈനസ് എന്താണ്? വി ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് മൈനസ് എന്താണ്? വെലോസിറ്റി ഓഫ് ബി. ഗ്രൗണ്ട് 0 മൈനസ് ഇനി വി ബി എത്ര? ഇതാണ് 90. അപ്പൊ എത്ര കിട്ടും? മൈനസ് 90 കിലോമീറ്റർ പെർ എന്താണ് അവർ. മൈനസ് 90 കിലോമീറ്റർ പെർ അവർ. മൈനസ് 90 കിലോമീറ്റർ പെർ അവർ കൺവേർട്ട് ചെയ്യണ്ട ഇൻറ്റു 580 വേണമെങ്കിൽ. അടുത്ത് സി പാർട്ട് എന്താ? സി പാർട്ട് പറയുന്നത് വെലോസിറ്റി ഓഫ് മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ട്രെയിൻ എ against its motion as observed by a man standing on the ground. അപ്പൊ അവിടെ പറയുന്നത് ബ്രാക്കറ്റിൽ ഒരു 18 ഉണ്ട്, ഞാൻ പറയാത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വെലോസിറ്റി ഓഫ് മങ്കിയാണ്. മങ്കിയുടെ വെലോസിറ്റി കാണണം. മങ്കി എന്തായിരുന്നു? ട്രെയിൻ എയുടെ മുകളിൽ മൂവ് ചെയ്യുന്നു, എഗെയിൻസ്റ്റ് ഇസ് മോഷൻ ആണ്. അപ്പൊ ട്രെയിൻ എ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മങ്കി ഓടുന്നത്. കണ്ടുപിടിക്കേണ്ടത് മങ്കിയുടെ വെലോസിറ്റി ആണ്. വിത്ത് റെസ്പെക്ട് എ ആണ് കേട്ടാ. ഇവിടെ വേണ്ട, അവിടെ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് വെലോസിറ്റി ഓഫ് 18 കിലോമീറ്റർ വിത്ത് റെസ്പെക്ട് ടു എ. തന്നിട്ടുള്ള എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ തന്നിട്ടുണ്ട്. അവിടെ വായിച്ചു നോക്കിയാൽ അറിയാം എന്താണ് വെലോസിറ്റി ഓഫ് 18 കിലോമീറ്റർ പെർ അവർ വിത്ത് റെസ്പെക്ട് ടു എ. അപ്പൊ മങ്കിയുടെ വെലോസിറ്റി തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എ. അത് എത്രയെന്ന് പറയുന്നു? 18 കിലോമീറ്റർ. അപ്പൊ ഇതെങ്ങനെയാണ് കാണുന്നത്? വി എം പ്ലസ് എന്താണ്? വി എ പ്ലസ് കാരണം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ എത്രയെന്ന് അറിയാം? 18 എന്നറിയാം. 18 എന്നറിയാം നമുക്ക്. ഇനി ഇതിൽ നമുക്ക് വി എം കാണണം. എങ്ങനെയാണ് കാണുന്നത്? വി എം അപ്പുറത്ത് കൊണ്ടുപോണ്ടേ. അപ്പം വി എം ഈക്വൽ ടു 18 മൈനസ് എന്താണ്? വി എ. വി എയുടെ വാല്യൂ നമുക്കറിയാം 18 മൈനസ് വി എ. അപ്പൊ എന്താ അവിടെ? 18 മൈനസ് വി എയുടെ വാല്യൂ എത്ര? 54. അപ്പൊ എത്ര കിട്ടി? മൈനസ് 36 കിലോമീറ്റർ പെർ അവർ. മൈനസ് 36 കിലോമീറ്റർ പെർ അവർ. ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത് കേട്ടോ. മൈനസ് 36 കിലോമീറ്റർ പെർ അവർ. അപ്പൊ വെലോസിറ്റി ആണ് 36 അത്ര മതി. പക്ഷെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് മങ്കി. ബാക്കി അവിടെ കട്ട് ചെയ്യണേ. അവസാനം എന്താണ്? ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള മങ്കി വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതാ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഗ്രൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് തന്നിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ട്രെയിൻ എ ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ്. ഒരു മാൻ ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ മങ്കിയുടെ വെലോസിറ്റി എത്ര? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അല്ലെ വിത്ത് റെസ്പെക്ട് ടു മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും വി എം മൈനസ് എന്താണ്? വി ജി. എന്തുകൊണ്ട് മൈനസ് കൊടുത്തു? അവിടെ ഗ്രൗണ്ട് മൂവിങ് അല്ല, സെയിം ഡയറക്ഷൻ എടുത്താൽ മതി. വി എം നമ്മൾ ഓൾറെഡി കിട്ടി. എത്രയാണ്? മൈനസ് 36 മൈനസ് എത്ര? 0. ആൻസർ എന്തിനാണ്? മൈനസ് 36. അത് കണ്ടില്ല കുഴപ്പമില്ല, സെയിം തന്നെ കിട്ടും. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫാണ്. ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്. ഞാൻ പറഞ്ഞു 3 ഗ്രാഫ് ഉണ്ട്. 3 ഗ്രാഫിലെയും പ്രോബ്ലം എന്ത് ചെയ്യും? ഫസ്റ്റ് ഇതാ നോക്കിയാൽ ഗ്രാഫ്. ഞാൻ ഗ്രാഫ് വരയ്ക്കാം. ഇതവിടെ വരയ്ക്കാം.
നമ്മൾ ഫിഗറിലുണ്ട്, ഗ്രാഫ് വരയ്ക്കാം. ജസ്റ്റ് വാല്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 20, 0, 2.5, 5, 7. പിന്നെ A, B, C, D, E. ഇത് ടൈമാണ്, ഇത് വെലോസിറ്റി ആണ്, മീറ്റർ പെർ സെക്കൻഡിൽ. ഇത്രയും അതിലുണ്ട്. ആവശ്യമുള്ള പോയിന്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ? വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ? അതിൽ ഒന്നെന്താണ്? എലോങ് ഒ എ. ഒ എ നോക്കി അറിയാം. ഒ എ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനാണ്. സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഒരേ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്നുള്ള മീനിങ് അല്ല കേട്ടാ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താണ്? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഒരേ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറഞ്ഞ പേരാണ് യൂണിഫോം ആക്സലറേഷൻ. അപ്പം ഫസ്റ്റ് ഒ എ എന്താണ്? യൂണിഫോം ആക്സലറേഷൻ. അടുത്ത് എ ബി. എ ബി നോക്കിയായി, എയിലും ബിയിലും വെലോസിറ്റി കോൺസ്റ്റന്റ്. എയിൽ എത്രയാണ്? 20 ആണ്. ബി വെലോസിറ്റി എന്താണ്? 20 ആണ്. ഇവിടെ എന്താണ്? സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി മാറുന്നില്ല എന്നുള്ള യൂണിഫോം വെലോസിറ്റി എന്നാണ്. അപ്പൊ ആക്സലേഷൻ എത്രയാണ്? 0. അപ്പൊ നമുക്ക് അവിടെ ടൈപ്പ് ഓഫ് മോഷൻ ചോദിച്ചുള്ളൂ. അപ്പൊ എന്ത് എഴുതിയാൽ മതി? യൂണിഫോം വെലോസിറ്റി. അപ്പൊ ആദ്യത്തത് യൂണിഫോം ആക്സലേഷൻ, രണ്ടാമത്തത് യൂണിഫോം വെലോസിറ്റി എന്നോ യൂണിഫോം മോഷൻ എന്നോ പറയാം, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. മൂന്നാമത്തത് എലോങ് ബി സി. ബി സി ഇവിടെയും സ്ട്രൈറ്റ്, അതായത് വെലോസിറ്റി കുറയുന്നു, ഈക്വൽ ആയിട്ട് കുറഞ്ഞു വരുന്നു. അപ്പൊ ഈക്വൽ ആയിട്ട് കുറയാണെങ്കിൽ അല്ലെ റിട്ടാർഡേഷൻ എന്ന് പറയും. റിട്ടാർഡേഷൻ. യൂണിഫോം ആക്സലേഷൻ, യൂണിഫോം വെലോസിറ്റി ഓർ യൂണിഫോം മോഷൻ, റിട്ടാർഡേഷൻ. അടുത്ത ബി പാർട്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ വെഹിക്കിൾ ഡ്യൂറിംഗ്. ഡിസ്റ്റൻസ് കാണും. ഒന്നാമത്തെ 2.5, രണ്ടാമത്തെ 7 സെക്കൻഡ്. ഫസ്റ്റ് അതിൽ ഒന്നാമത്തെ എന്താണ്? ബിയില് 1, 2.5 സെക്കൻഡ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ തുടക്കിയിരുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എന്ത് കണ്ടാൽ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, അല്ലെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. 2.5 മതി. അപ്പൊ എത്ര ഏരിയ മതി? അത്ര ഏരിയ മതി. അത്ര ഏരിയ ട്രയാങ്കിൾ അല്ലേ? ഹാഫ് ബി എച്ച്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഏരിയ ഓഫ്, ഞാൻ പേര് കൊടുക്കാം, ഒ എ ഇ. ഒ എ ഇ എങ്ങനെ കാണും? ഹാഫ് ബി എച്ച്. ഹാഫ് ബേസ് എത്ര? 2.5, ഹൈറ്റ് 20. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര? ഇവിടെ 10. 10 × 2.5 25. കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് അല്ലേ, അതുകൊണ്ട് എന്താണ്? മീറ്റർ. ഇനി രണ്ടാമത്തെ 7 സെക്കൻഡ്. അപ്പൊ നോക്കിയാൽ 7 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ളതാണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്, വീണ്ടും എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, നല്ല ട്രപ്പീസിയം. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും, പ്ലസ് ഈ റെക്ടാങ്കിൾ കണ്ടുപിടിക്കും, പ്ലസ് എന്താണ്? വീണ്ടും എന്താണ്? ഈ ട്രയാങ്കിൾ. അപ്പൊ ഞാൻ ഇവിടെ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ അതിനെ ചെയ്തു പോവാം. അപ്പൊ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് എന്താണ്? ഒ എ ബി സി. ഒ എ ബി സി ഇത്രയുണ്ട്. അത് ആരൊക്കെ ചെയ്യുന്നതാണ്? ഏരിയ ഓഫ് ഒ എ ഇ പ്ലസ് എന്താണ്? ഏരിയ ഓഫ് ഒരു റെക്ടാങ്കിൾ എ ബി ഡി ഇ പ്ലസ് എന്താ? ഏരിയ ഓഫ് ബി ഡി സി. അപ്പൊ നമ്മൾ ആദ്യം പിടിച്ചു എത്രയാണ്? 25 പ്ലസ് അടുത്ത് എ ബി ഡി എൽ ബി അല്ലേ? ഇത് എല്, ഇതെന്താണ്? ബി. അപ്പൊ ഇവിടെ എത്ര? എല്ലാം എത്ര? 2.5 ആയി. അപ്പൊ എത്ര കിട്ടും? 2.5 തന്നെ. ഇത് എത്രയേ ഉള്ളൂ? 2.5 5 ആയി മാറി. അപ്പൊ എത്ര? 5 - 2.5. അപ്പൊ ബി 2.5 എന്ന് കിട്ടി. മറ്റെത്ര തന്നെയാണ്? 20. അപ്പൊ ഇവിടെ എന്താണ്? 2.5 × എത്ര? 20 പ്ലസ് വീണ്ടും ഹാഫ് ബി എച്ച്. ഹാഫ് ബി എന്ന് പറഞ്ഞാൽ 5 7 ആയി. അപ്പൊ എത്രയുണ്ട്? 2. ബി എന്ന് പറഞ്ഞ എച്ച് എന്തിനാണ്? 20. ഇവിടെ 25 പ്ലസ് ഇവിടെ 50 കിട്ടും. 50 പ്ലസ് ഇവിടെ 2 × 2 ക്യാൻസൽ. അപ്പൊ എത്ര കിട്ടി?
20 കിട്ടി. ആൻസർ ഇവിടെ 75, 95 മീറ്റർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 95 മീറ്റർ. അടുത്ത് സി പാർട്ട്. സി പാർട്ട് കാൽക്കുലേറ്റ് ദ ആക്സിലേഷൻ. ആക്സിലേഷൻ കാണണം. ആദ്യം അവിടെ ആക്സിലേഷൻ ഉണ്ട്. അതിൽ ഒന്നെന്താണ്? ഒന്ന് പറഞ്ഞാൽ OA. ആക്സിലേഷൻ OA. എളുപ്പമാണ്. ആക്സിലേഷൻ എങ്ങനെ കാണും? വെലോസിറ്റി ബൈ ടൈം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കൊണ്ട് എന്ത് കിട്ടും? ആക്സിലേഷൻ കിട്ടും. എക്സ് ആക്സ് ഡിവൈഡ് ബൈ y ആക്സ് ഡിവൈഡ് ബൈ എക്സ് ആക്സ്. നമ്മൾ സ്ലോപ്പ് കാണണേ. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ സ്ലോപ്പ് അങ്ങനെ കാണുന്നത് y ആക്സിസ്. ഇതല്ലേ നമുക്ക് OA കണ്ടുപിടിക്കേണ്ടത്. OA. അപ്പൊ ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് x1 y1. ഈ പോയിന്റ് എന്താണ്? x2 y2. അങ്ങനെ ഒരു ആവശ്യമില്ല കേട്ടാ. അപ്പൊ ഈ പോയിന്റ് ഇതാണെങ്കിൽ 0 0 അല്ലേ? ഈ പോയിന്റ് ഇതാണെങ്കിൽ x2 എത്രയാണ്? 2.5 y2 എത്രയാണ്? 20. y2 20. യഥാർത്ഥത്തിൽ എന്ത് എഴുതിയാൽ മതി? നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ജനറൽ ആയിട്ട് y ആക്സ് ഡിവൈഡ് ബൈ എന്ത് കൊടുത്താൽ മതി? എക്സ് ആക്സ് കൊടുത്താൽ മതി. ഞാൻ പ്രോപ്പർ ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞോളൂ. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് എന്താണ്? x1. y2 20 മൈനസ് y1 എത്ര? ഒറിജിൻ ആയിട്ട് 0 ഡിവൈഡ് ബൈ x2 മൈനസ് x1. x2 എത്ര? x2 താഴെയുണ്ട് 2.5. ഞാൻ മോളിലേറ്റുണ്ട് 2.5 മൈനസ് x1 എത്ര? 0. അപ്പൊ എന്നാ 20 ബൈ 2.5 എന്ന് കിട്ടും. ആൻസർ 8. ആക്സിലേഷൻ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത് രണ്ടാമത്തെ എ ബിയുടെ ആക്സിലേഷൻ ചോദിച്ചാൽ 0 ആണ് കേട്ടോ. ചോദിക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. AB ആൻഡ് BC. AB-യിലാണെങ്കിൽ ആക്സിലേഷൻ എന്താണ്? 0. അടുത്ത BC ആണ് കണ്ടുപിടിക്കുന്നത്. ആണ് AB വെലോസിറ്റി ചേഞ്ച് ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ്, അതുകൊണ്ട് ആക്സിലേഷൻ 0. BC അപ്പം ഇതാണ് B എന്ന് പറഞ്ഞ BC. അപ്പൊ ഇത് ഇനിഷ്യൽ പോയിന്റ്. അപ്പൊ ഇതെന്താണ്? x1 y1. ഇതെന്താണ്? x2 y2. എന്താ? x1 പറഞ്ഞാൽ താഴേക്ക് എത്ര കിട്ടി? 5. y1 എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് നോക്കുക. അപ്പൊ എത്ര കിട്ടി? 20. ഇനി x2 y2. x2 എവിടെ തന്നെ എത്ര? 7. y2 x ആക്സിസ് ആണ്. y2 എത്രയാണ്? 0. അവിടെ ചെയ്യുന്നു. അപ്പൊ എന്താ? വീണ്ടും സ്ലോപ്പ് കാണുന്നു. y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. y2 എത്ര? 0 മൈനസ് y1 എത്രയാണ്? 20 ഡിവൈഡ് ബൈ x2 മൈനസ് x1. x2 എത്ര? 7 മൈനസ് x1 എത്ര? 5. അപ്പൊ എത്ര കിട്ടും? മൈനസ് 20 ഡിവൈഡ് ബൈ 7 മൈനസ് 5 എത്ര? 2. ആൻസർ മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൈനസ് 1 എന്തായതുകൊണ്ടാണ്? റിട്ടാർഡേഷൻ ആയതുകൊണ്ട്. അതൊക്കെ 3 ആക്സിലേഷനും കിട്ടി. ഇതെവിടെ കിട്ടിയത്? 8 എന്ന് കിട്ടി. ഇവിടെ 0 എന്ന് കിട്ടി. ഇവിടെ എത്ര കിട്ടി? മൈനസ് 10 എന്ന് കിട്ടി. അടുത്ത് ഡി പാർട്ട്. ഡി പാർട്ട് ഡി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കുക? ഡ്രോ ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഫോർ ദ എബോവ് മോഷൻ. ആക്സിലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. ആക്സിലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാണ്. ശരി, ആക്സിലേഷൻ ടൈം ഗ്രാഫ് ഡി പാർട്ട്. ഇത് ടി, ഇതെന്താണ്? എ. ആക്സിലേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ ടൈം നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് മൊത്തം ആക്സിലേഷൻ 3 തരത്തിലുള്ള കേട്ടാ. അത് 2.5 വരെ, അടുത്ത് 5 വരെ, അടുത്ത് എത്ര? 7 വരെ. 0 മുതൽ 2.5 വരെ. ഇവിടെ എഴുതാം 0 മുതൽ 2.5 വരെ ആക്സിലേഷൻ സെയിം ആണ്. എത്രയാണ്? 8 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് പിന്നെ എന്താണ്? 2.5 മുതൽ 5 വരെ. 2.5 മുതൽ 5 വരെ ആക്സിലേഷൻ 0 എന്ന് കിട്ടി. അടുത്ത് 5 മുതൽ 7 വരെ ആക്സിലേഷൻ മൈനസ് 10 എന്ന് കിട്ടി. എത്ര വരയ്ക്കുണ്ട്? അപ്പം ഇത് 0, ഇത് 2.5, പിന്നെ എന്താണത്? ഇത് 5, ഇതെന്താണ്? 7. നെഗറ്റീവ് വാല്യൂ ഉള്ളത് താഴെ വരയ്ക്കാണ്.
ഇത് എ, ഇത് മൊത്തം, ഇത് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്. അപ്പൊ 2.5 വരെ എത്രയാണ്? 8 ആണ്. ഇതാണ് 8 കൊടുക്കുന്നു, ഇതാണ് 8. അപ്പൊ എത്ര? 0 മുതൽ 2.5 വരെ എന്താണ്? 8 കോൺസ്റ്റന്റ്. അതിനുശേഷം ഇവിടെ നാം ഡോട്ട് ലൈൻ കൊടുക്കാം. 2.5 മുതൽ 5 വരെ 0 എന്ന് പറയുന്നതല്ലേ 0 പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം 5 മുതൽ 7 വരെ എത്രയാണ്? -10. അപ്പൊ ഇതാണ് -10. ഇവിടെയാണ് ഇത് എത്ര? 5 മുതൽ 7 എത്രയാണ്? -10. വേണമെങ്കിൽ ഡോട്ട് ലൈൻ കൊടുക്കാം. ഇത്രേ ഉള്ളൂ ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക, ഇമ്പോർട്ടൻറ്റ്.